ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഓല ഇലക്ട്രിക് സ്കൂട്ടറിൽ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ അപ്ഡേറ്റ് ആയ മൂവോയിസ് 2.0 ബീറ്റ വേർഷനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ നമുക്ക് പുതുതായിട്ട് കിട്ടാൻ പോകുന്ന ഫീച്ചേഴ്സിൻ്റെ ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിനി കിട്ടാൻ പോകുന്ന ഫീച്ചേഴ്സിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. അതായത് നമുക്ക് എങ്ങനെയായിരിക്കും സ്ക്രീനിൽ ഈ ഒരു ഫീച്ചേഴ്സ് അവൈലബിൾ ആവുക, ഫോണുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിലിംഗ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക, കാരണം വരും ദിവസങ്ങളിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് വെക്കുക, കാരണം ഭാവിയിൽ നിങ്ങളുടെ വാഹനത്തിൽ ഈ ഒരു അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ പ്രധാനമായും 5 ഫീച്ചേഴ്സാണ് ഈ ഒരു മൂവോയിസ് അപ്ഡേറ്റിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തത് നമുക്ക് ഫോണുമായിട്ട് നമുക്ക് നമ്മുടെ വാഹനം കണക്ട് ചെയ്യാം എന്നുള്ളതാണ്. ഒരു ആപ്പ് വഴിയാണ്, നമ്മുടെ ഒരു കമ്പാനിയൻ ആപ്പ് വഴിയാണ് നമ്മൾ ഓല ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് നമ്മുടെ ഫോൺ കണക്ട് ചെയ്യുന്നത്. ആ ഒരു ആപ്പ് വഴിയാണ് നമ്മൾ ഇനി മുതൽ ഈ ഒരു അപ്ഡേറ്റിലൂടെ ലഭിക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യാൻ പോകുന്നതും യൂസ് ചെയ്യാൻ പോകുന്നതും. ഈ ഒരു മൊബൈൽ ആപ്പ് നമ്മുടെ സ്കൂട്ടറുമായി കണക്ട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ വാഹനം ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ഈ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്പർ ലോക്ക് സിസ്റ്റം പിന്നീട് വേണ്ടി വരില്ല, നമുക്ക് ഫോണിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. വാഹനത്തിൻ്റെ ലോക്കിംഗ് സിസ്റ്റം മാത്രമല്ല, നമുക്ക് ഈ ഒരു ട്രങ്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസും നമ്മുടെ ഫോണിൽ തന്നെ അവൈലബിൾ ആയി തീരും. രണ്ടാമതായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വഴി മ്യൂസിക് പ്ലേ ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ സ്കൂട്ടേഴ്സിൽ ഓൾറെഡി സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സ്പീക്കേഴ്സ് വഴി നമുക്ക് പാട്ടുകൾ കേൾക്കാനുള്ള ഓപ്ഷൻസ് ഈ ഒരു അപ്ഡേറ്റോട് കൂടി നമുക്ക് ലഭ്യമാകും. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഇപ്പോൾ ആ പ്ലേ മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല, അത് എനേബിൾ ചെയ്യപ്പെടും ഈ ഒരു അപ്ഡേറ്റോട് കൂടി. അതിനുശേഷം നമ്മുടെ ഈ ഒരു കമ്പാനിയൻ ആപ്പിൽ കാണുന്ന മ്യൂസിക്കുകളും നമ്മുടെ ഫോണിലെ മ്യൂസിക്കും എല്ലാം നമുക്ക് ഈ ഒരു സ്പീക്കേഴ്സിലൂടെ കേൾക്കുവാൻ സാധിക്കും. അത് നമ്മുടെ സ്ക്രീനിലും കൺട്രോൾ ചെയ്യാം, നമ്മുടെ ഫോണിലും കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. മൂന്നാമതായിട്ട് ലഭിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നാവിഗേഷനാണ്. നമുക്ക് സ്ക്രീനിൽ തന്നെ മാപ്പുകൾ ഇനി മുതൽ അവൈലബിൾ ആയിരിക്കും. നമ്മളൊരു മൊബൈൽ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇനി നമുക്കില്ല. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന സമയങ്ങളിൽ, അതല്ലെങ്കിൽ നമുക്ക് അറിയാത്ത സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ സ്ക്രീനിൽ തന്നെ മാപ്പുകൾ യൂസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങൾ അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് നമുക്ക് ഡയറക്ഷൻ ചെക്ക് ചെയ്യാവുന്നതാണ്. കൃത്യമായ ലൊക്കേഷൻ വളരെ അക്യുറസിയോട് കൂടി തന്നെ നമുക്ക് ഇവിടെ മാപ്പ് കാണിക്കുന്നുണ്ട്. വലിയ സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ കറക്റ്റായിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് യൂസ്ഫുൾ ആണ്. നാലാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ക്രൂസ് കൺട്രോളാണ്. കാറുകളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഫീച്ചറാണ്. അത് ടു വീലറിലേക്ക് വരുമ്പോൾ നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആകുന്നത് ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ തന്നെയാണ്. നമുക്ക് എപ്പോഴും ക്രൂസ് കൺട്രോൾ ആശ്രയിക്കാൻ സാധിക്കില്ല, പക്ഷേ വലിയ ദൂരങ്ങൾ കവർ ചെയ്യുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ NH പോലെ സ്ട്രെയിറ്റ് റോഡുകളിലെല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് വാഹനം ഓടിക്കാൻ സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ക്രൂസ് കൺട്രോൾ. നമ്മൾ ഒരു ആവറേജ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ക്രൂസ് കൺട്രോൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ത്രോട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ത്രോട്ടിൽ ആ ഒരു പൊസിഷനിൽ തന്നെ നിന്നോളും, ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കുന്ന സമയങ്ങളിൽ കൈ കഴിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അഞ്ചാമത്തേതും ഏറെ പ്രധാനപ്പെട്ടതുമായ ഒരു ഫീച്ചറാണ് എക്കോ മോഡ്. നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ, സ്പോർട്സ്, ഹൈപ്പർ തുടങ്ങിയ 3 മോഡിന് പുറമെ ഇനി മുതൽ നമുക്ക് എക്കോ മോഡും അവൈലബിൾ ആയിരിക്കും. നമുക്കറിയാം, കൂടുതൽ റേഞ്ച് കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു മോഡാണ് എക്കോ മോഡ്. അതിൻ്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 40 കിലോമീറ്റേഴ്സ് ആണ്. ഈ ഒരു എക്കോ മോഡ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 150 മേലെ കിലോമീറ്റർ കവർ ചെയ്യാനായിട്ട് സാധിക്കുമെന്നാണ് കമ്പനി ഗ്യാരണ്ടി ചെയ്യുന്നത്. നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 135 കിലോമീറ്റർ റേഞ്ചിനേക്കാളൊക്കെ ഏറെ മുകളിൽ നമുക്ക് ഈ ഒരു വാഹനം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുന്ന സമയങ്ങളിൽ നമുക്ക് ഈ ഒരു എക്കോ മോഡും അതുപോലെ ക്രൂസ് കൺട്രോളും വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. നിലവിൽ ലഭ്യമായിട്ടുള്ള മോഡുകൾ ചേഞ്ച് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ എക്കോ മോഡ് ചൂസ് ചെയ്യുന്നത്. എക്കോ മോഡ് ലഭിക്കാനായിട്ട് നമ്മൾ ഈ ഒരു പവർ ബട്ടണോട് ചേർന്ന് നിൽക്കുന്ന മോഡ് ബട്ടൺ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്യണം. ഒരു 5 സെക്കൻഡ്സ് പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു എക്കോ മോഡ് ആകുന്നത്. മറ്റു മോഡുകൾ ചേഞ്ച് ചെയ്യുമ്പോൾ കേൾക്കുന്ന സൗണ്ട് അല്ല എക്കോ മോഡ് വരുമ്പോൾ ഒരു സ്പെഷ്യൽ സൗണ്ടാണ് പുതുതായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എക്കോ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നോർമലി നമ്മൾ വൺ ടൈം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു മോഡിൽ നിന്ന് വേറെ മോഡിലേക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. പക്ഷേ എക്കോ മോഡ് ലഭിക്കണമെങ്കിൽ നമ്മളൊരു 3 to 5 സെക്കൻഡ്സ് അത് ഹോൾഡ് ചെയ്ത് പിടിക്കണം. അപ്പോഴാണ് എക്കോ മോഡിലേക്ക് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പുതുതായിട്ട് ലഭിക്കാൻ പോകുന്ന ഫീച്ചേഴ്സ് നിങ്ങളുമായി പങ്കുവെച്ചു എന്ന് മാത്രം. നമുക്ക് വീഡിയോസായിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടുമെന്നുള്ളത് കൊണ്ടാണ് നിലവിൽ കേരളത്തിൽ മൂവോയിസ് കൊടുത്തിട്ടുള്ള കസ്റ്റമേഴ്സിൽ നിന്നും ഈ വീഡിയോസ് കളക്ട് ചെയ്തത്. നമുക്ക് ഈ വീഡിയോസ് പങ്കുവെച്ചത് മൂവോയിസ് ലഭിച്ചിട്ടുള്ള പാല ഭാഗത്ത് താമസിക്കുന്ന അനന്തു എന്ന് പറയുന്ന ബ്രോയാണ്. അപ്പോൾ ബ്രോയ്ക്ക് സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുന്നു. എന്തായാലും ഈ വരുന്ന 18-ാം തീയതി ഓല ഇലക്ട്രിക് കമ്പനി തങ്ങളുടെ ഫ്യൂച്ചർ ഫാക്ടറി വെച്ച് വലിയൊരു ഇവൻറ്റ് നടത്തുന്നുണ്ട്. കസ്റ്റമേഴ്സിനെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇപ്പോൾ ഇൻവിറ്റേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇവൻറ്റിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു മൂവോയിസ് 2.0 അപ്ഡേറ്റിൻ്റെ ഒഫീഷ്യൽ ലോഞ്ചിങ് ഉണ്ടാകുന്നത്.
ഉണ്ടാവുക. അതിനുശേഷം വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഒരു അപ്ഡേറ്റ് ലഭ്യമാക്കുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഈ ഫീച്ചേഴ്സ് എല്ലാം അവൈലബിൾ ആകുന്നതോടുകൂടി ശരിക്കും നമ്മുടെ ഓല ഇലക്ട്രിക് സ്കൂട്ടർ അടുത്തൊരു ലെവലിലേക്ക് കടക്കുന്നതായിരിക്കും. ശരിക്കും നമ്മൾ അതിനുവേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഒരു റൈഡിംഗ് പർപ്പസ് എന്നതിനേക്കാൾ ഉപരി മറ്റു പല സ്പെഷ്യൽ ഫീച്ചേഴ്സ് നമുക്ക് ഇതിലൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കാമെന്ന് പറയുമ്പോൾ ശരിക്കും ഒരു നെക്സ്റ്റ് ജനറേഷനിലേക്ക് നമ്മുടെ വാഹനം കടക്കുകയാണ്. ആ ഒരു മൊമെൻറ്റിന് വേണ്ടിയാണ് ഞാനും വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വരുന്ന 1.5 മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെങ്കിൽ, ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഭാവിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചേഴ്സ് അവൈലബിൾ ആയി തീരുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ റെഫർ ചെയ്യാവുന്നതാണ്. ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.